പണയം വെക്കാൻ സ്വർണം നൽകാത്തതിന് ഭാര്യയാണ് അതിക്രൂരമായി അവിടെ മർദ്ദിച്ചിരിക്കുന്നത്. ഭർത്താവാണ് മർദ്ദിച്ചത്. പേട്ട സ്വദേശിനിയെ പട്ടിക കൊണ്ട് ഭർത്താവ് തലക്കടിക്കുകയായിരുന്നു. 10 വർഷത്തിനിടെ വാങ്ങിയ സ്വർണം തിരികെ നൽകാത്തത് യുവതി ചോദ്യം ചെയ്തു. ഇതോടെയാണ് ശംഭുദേവ ആക്രമിക്കാൻ ആരംഭിച്ചത്. അശ്വിൻ ഡിയോഗയാണ് വിവരങ്ങൾ നൽകുന്നത്. അശ്വിൻ, ഈ പ്രതിയെ ഇയാളെ പിടികൂടിയോ? ഷിഹാസ്, നിലവിലിപ്പോൾ പ്രതിയെ പേട്ട പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 10 വർഷം മുമ്പാണ് ഈ ശംഭുദേവിന്റെയും പേട്ട സ്വദേശിനിയായ യുവതിയുടെ വിവാഹം നടക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വിവാഹത്തിന് ശേഷം പല തവണകളിലായി ഈ പെൺകുട്ടിയിൽ നിന്നും ഇയാൾ സ്വർണം പണയം വെച്ചിരുന്നു. മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് സ്ത്രീധനമായി ലഭിച്ചിരുന്ന ഈ സ്വർണത്തിൽ 1/4 ഭാഗവും ഇയാൾ പണയം വെച്ചിരുന്നു. പക്ഷേ ഇതുവരെ യാതൊരു വിധത്തിലും ഈ സ്വർണം തിരികെ എടുത്തു നൽകിയിരുന്നില്ല. ഇതിനു പുറമെയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വീണ്ടും സ്വർണം ആവശ്യപ്പെട്ടുന്നത്. ഉടൻ തന്നെ ഈ പെൺകുട്ടി മറുപടിയായി നൽകിയത് സ്വർണം തരാൻ കഴിയില്ല, എൻ്റെ പഴയ സ്വർണ്ണങ്ങൾ എടുത്തു നൽകണം എന്നുള്ള കാര്യമാണ് പെൺകുട്ടി മറുപടിയായി നൽകിയത്. ഇതിൽ പ്രകോപിതനായാണ് ഈ പ്രതി ഈ സ്വന്തം ഭാര്യയെ ആക്രമിച്ചത് എന്നുള്ളതാണ് വഞ്ചിയൂർ പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീടിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്ന പട്ടികൾ ഉപയോഗിച്ചാണ് ഈ പെൺകുട്ടിയുടെ തലയ്ക്ക് അതിക്രൂരമായി ഇയാൾ മർദ്ദിക്കുന്നത്. തലക്കടിച്ചു വീഴ്ത്തിയ ശേഷം ശരീരമാസകലം ഇയാൾ ഇതേ തടിക്കഷ്ണം ഉപയോഗിച്ച് മർദ്ദനം തുടരുകയാണ് ഉണ്ടായത്. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ആളുകൾ, അയൽവക്കക്കാരൊക്കെ ഓടിയെത്തിയാണ് ഈ പെൺകുട്ടി അവിടെ നിന്നും രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ വഞ്ചിയൂർ പോലീസിന്റെ പിടിയിലായിട്ടുള്ള ശംഭുദേവ് നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു സംഭവം. ഏതാണ്ട് 9ഓളം അക്രമലഹരി കേസുകളിൽ പ്രതിയാണ് ഈ ശംഭുദേവ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിരന്തരം ഇയാൾ ഈ ഭാര്യയെ മർദ്ദിച്ചിരുന്നതായും പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ പിടിയിലായിട്ടുള്ള പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഷിഹാസ്. ശരി, അശ്വിൻ ഡിയോഗയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.